26-ന് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ബാലറ്റിനെ കുറിച്ചും ഒക്കെ തന്നെ പലപ്പോഴും കോൺഗ്രസും അതുപോലുള്ള പാർട്ടികളും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ തന്നെ അത് ഔദ്യോഗികമായിട്ട് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സുതാര്യത അല്ലെങ്കിൽ നിഷ്പക്ഷത അത് ഫലവത്താവണമെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തിലായിരിക്കണം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഏതൊരു പൗരനും ഏതൊരു വോട്ടർക്കും ആത്മധൈര്യത്തോടു കൂടി അല്ലെങ്കിൽ സംരക്ഷണയോടുകൂടി വോട്ട് ചെയ്യാൻ കഴിയണം. കേരളത്തിൽ പൂർണ്ണമായും അത് നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കൂടെയുള്ളത് KM ഹിലാൽ 90-കളിൽ 80-കളുടെ അവസാനവും 90-കളിലൊക്കെ കോട്ടയത്ത് വളരെ സജീവ SFI പ്രവർത്തകനായിരുന്ന, SFIയുടെ കോട്ടയം ജില്ലാ പ്രസിഡൻ്റായിരുന്ന, എന്നാൽ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സംഘടനയുടെ CPMൻ്റെ ഒക്കെ അകത്തളങ്ങളിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, ഇന്ന് അദ്ദേഹം ഒരു ശക്തനായ ദേശീയവാദിയാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹം പറയുന്നത്, നേരത്തെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു CPM കള്ളവോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച്. അതോടൊപ്പം തന്നെ കേരളത്തിലെ അക്രമ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നു, തെരഞ്ഞെടുപ്പിന് നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു അക്രമങ്ങൾ, അത് നേരിട്ടുള്ള ആക്രമണം നടത്തുന്നില്ലെങ്കിലും അക്രമത്തിൻ്റെ ഒരു ഭീഷണി സ്വരം, അക്രമത്തിൻ്റെ സാധ്യതയെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആക്രമണം ഭയന്ന് ഒരാൾക്ക് നിഷ്പക്ഷമായി വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കേരളത്തിലുണ്ടോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ണൂരിൽ കണ്ടതാണ്. കൂത്തുപറമ്പിനടുത്ത് പാനൂരിനടുത്ത് ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം നടക്കുന്ന ഒരാളൊഴിഞ്ഞ വീട്ടിലാണ്. ആ സ്ഫോടനത്തിൽ ആ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നു. അദ്ദേഹം CPMൻ്റെ സജീവ പ്രവർത്തകനാണ്. ഉടൻ തന്നെ മറ്റു പലരും അവിടെ ഓടിച്ചെന്നു എന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. അതായത് പരിക്കേറ്റവർ അല്ലെങ്കിൽ ആ കേസിൽ ഉൾപ്പെട്ട ആളുകൾ അവരൊന്നും തന്നെ ഇൻവോൾവായ ആളുകളല്ല എന്ന് ആദ്യം CPM നേതൃത്വം പറഞ്ഞെങ്കിലും പാർട്ടിക്ക് പൂർണ്ണമായിട്ടും ഇതിനകത്ത് പങ്കാളിത്തമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വയലൻസ് നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു വയലൻസിനെ, അക്രമത്തെ ഭയന്നാണോ ആളുകൾ നിഷ്പക്ഷമായി വോട്ട് ചെയ്യാൻ മടിക്കുന്നത്? പാർട്ടി ഏജൻറ്റുമാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു അനുഭവ സമ്പന്നൻ എന്ന നിലയ്ക്ക്, ഒരു പാർട്ടി പ്രവർത്തനത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത ആളെന്ന നിലയിൽ ഹിലാലിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ്, ഭയരഹിതമായി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രീതി, അത് ജനാധിപത്യത്തിൽ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം. ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ച് CPM, മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരെ ഭയപ്പെടുത്തി നിർത്തി വോട്ടിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടോ? അതാണ് ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നത്. അതങ്ങനെ ഒന്നില്ല. ഇവിടെ ജനാധിപത്യം മറ്റെവിടത്തേക്കാളും കൂടുതലായി പുലരുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നൊക്കെ CPM അവകാശപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വോട്ടർമാരെ ഭയപ്പെടുത്തുക എന്നത് തെരഞ്ഞെടുപ്പ് ദിവസങ്ങളോടടുത്ത് നടക്കുന്ന ഒരു ചെറിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഗ്രാമത്തിലെ ജനതയെ എല്ലാ കാലവും ഭയപ്പെടുത്തി ഒരു കാര്യവും ചോദ്യം ചെയ്യാത്ത അവസ്ഥയിൽ എത്തിച്ച് നിർത്തുക എന്ന സമഗ്രമായ പദ്ധതിയാണ് CPM നടപ്പാക്കി വരുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും CPMന് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ചെന്ന് ഭീഷണിപ്പെടുത്തുകയല്ല. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ എല്ലാവരോടും വളരെ സോഫ്റ്റായിട്ടാണ് ഇടപെടുക. അതുപോലുള്ള പാർട്ടി ഗ്രാമങ്ങളുണ്ട്, ഫാസിസ്റ്റ് ഗ്രാമങ്ങൾ. അവിടെയൊക്കെ ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടി, അതായത് ഈ ജനങ്ങളെ
കൂട്ടത്തിൽ നിർത്താൻ വേണ്ടി കഠിനമായ ശ്രമം നടത്താതെ എളുപ്പവഴിയിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്നവർ ചെന്നിട്ട് വോട്ട് നിങ്ങൾ മറിച്ച് ചെയ്താൽ ഞങ്ങൾ അറിയും കേട്ടോ, അതിനൊക്കെ സംവിധാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ചില സ്ഥലങ്ങളുണ്ടാവാം. പക്ഷെ വ്യാപകമായി അത് സാധ്യമല്ല. അതിന് പകരമായി എന്താ ചെയ്യുക? എല്ലാ കാലവും ഒരു ഗ്രാമത്തിലെ ജനതയെ, ഇനി ഒരു ഗ്രാമത്തിലെന്നല്ല, പൊതുവായി തന്നെ മലയാളികളായ മനുഷ്യരെ ഈ പാർട്ടിക്കെതിരായി ശബ്ദിച്ചാൽ കായികമായി ആക്രമിക്കുക മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന ഒരു ഭീഷണി വ്യാപകമായിട്ട് തന്നെ ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ചയിലെ ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നേരിട്ട് എന്നെ വിളിച്ച് ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ പലരും എന്നോട് ചോദിക്കുന്നത് എന്തെങ്കിലും ഭീഷണി ഉണ്ടായോ എന്നാണ്. അത് ഈ ഘട്ടത്തിൽ അത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത്തരം ഭീഷണികളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ആളുകൾ വ്യാപകമായിട്ട് അങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ്. എന്താ കാരണം? അങ്ങനെ ഒരു ഭീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചോദിക്കുന്നത്. നമ്മളോട് സുഹൃത്തുക്കളായിട്ടുള്ളവരും അത്രയ്ക്ക് പരിചയമില്ലാത്തവരും ഒക്കെ ചോദിക്കുന്നത്, എല്ലാവരും ഒരേ ശബ്ദത്തിൽ ചോദിക്കുന്നതിന് കാരണം അത്തരമൊരു ഭീതി കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഹിലാൽ, ആദ്യമായിട്ടാണോ ഇങ്ങനെയൊരു കുറേ കാലം പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ട് പരസ്യമായിട്ട് പ്രതികരിക്കുന്നത് ആദ്യമായിട്ടാണോ? ഞാൻ പരസ്യമായി പ്രതികരിക്കാറുണ്ട്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് ഒരു പുതിയ കാര്യമായിട്ട് അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഇത്തരം കൂടുതൽ റീച്ചബിളാകുന്ന അഭിമുഖം എന്ന നിലയിൽ പറയുന്നത് ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം, ഒന്ന് ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഒരു അക്രമങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർ, ഇപ്പോൾ നേരത്തെ അഭിമുഖത്തിൽ താങ്കൾ പറയുന്നുണ്ടായിരുന്നു, അതായത് പോളിംഗ് ഓഫീസറായി വരുന്ന CPM അല്ലെ NGO യൂണിയൻ പ്രവർത്തകനായിരിക്കും. അപ്പം അവരും ഇങ്ങനൊരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ കമ്മീഷൻ്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കള്ളവോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതും അതൊരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ? NGO യൂണിയൻകാർ എല്ലാവരും CPMകാരാണെന്ന് വിചാരിക്കേണ്ട. ഏത് പാർട്ടി കുടുംബത്തിൽ, കോൺഗ്രസ് കുടുംബത്തിൽ, BJPക്കാരുടെ കുടുംബങ്ങളിലൊക്കെ വരുന്ന സർക്കാർ ജീവനക്കാർ, ആ ജീവനക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് പലപ്പോഴും NGO യൂണിയനിൽ ചേർന്നിട്ടായിരിക്കും. അതും ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? തീർച്ചയായിട്ടും ഭയങ്ങ. അല്ലെങ്കിൽ എന്ത് ഭയമാണ്? അവരെ തല തല്ലിപ്പൊളിക്കുമെന്നോ അല്ലെങ്കിൽ കൊന്നുകളയുമെന്നോ ഉള്ള ഭയമല്ല. അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ, ഈ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയണമെങ്കിൽ NGO യൂണിയൻ്റെ കൂടെ നിന്നിട്ട് CPMനെ അനുകൂലിച്ചുകൊണ്ട് CPMകാർ നേതാക്കന്മാരും പ്രവർത്തകരും അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ വന്നിട്ട് പറയുന്നതെല്ലാം അനുസരിച്ച് അവർക്ക് വേണ്ടി പണി ചെയ്തു കൊടുക്കുക എന്നത് നടക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. അപ്രധാനമായ എന്തെങ്കിലും സ്ഥാനത്തേക്ക് അവരെ മാറ്റിവിടും. ഓഫീസർമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഓഫീസർമാരല്ലാത്ത സാധാരണ ജീവനക്കാരാണെങ്കിൽ ഇവർ വന്ന് പറയുന്ന ആ ആളുടെ കാര്യം ശരിയാക്കി കൊടുക്കണം, ആ ഫയൽ ശരിയാക്കി അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവരത് ചെയ്തു കൊടുക്കും. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അത്തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, പാർട്ടി പ്രവർത്തകർ വന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്നത് തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ വഴിവിട്ട കാര്യങ്ങൾ അർഹരായവരെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്കാർ പറയുന്നവർക്ക് മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതി,
അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ചെയ്തു കൊടുക്കുക എന്നതിലപ്പുറത്തേക്ക് ഒരു പാർട്ടിക്കാരല്ലാത്ത കുടുംബത്തെ പാർട്ടിക്ക് വിധേയപ്പെടുത്താൻ വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആ സഹായത്തിൻ്റെ പേരിൽ അവരെ വിധേയരാക്കി നിലനിർത്തുക എന്ന രീതി ഈ സർക്കാർ ജീവനക്കാർ വഴി പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പാനൂരിലെ ബോംബ് സ്ഫോടനം, ഈ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തെരഞ്ഞെടുപ്പ് സമയത്ത് പൊതുവെ കേരളത്തിൽ അക്രമങ്ങൾ കുറവാണ്. അക്രമങ്ങൾ കുറവ് പണ്ടങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് ദിവസം വ്യാപകമായ അക്രമങ്ങൾ നടത്താറുണ്ട്. അതിപ്പോൾ ഈ ഇടതുപക്ഷക്കാരുടെ അക്രമം മാത്രമല്ല നടന്നുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം എല്ലാ പാർട്ടിക്കാരും സജീവമായി ഇടപെടുന്നത് കൊണ്ട് തർക്കങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. എല്ലാവരും കൂടി ഒരേ സ്പേസിൽ വന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചില അക്രമങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടാറുണ്ടായിരുന്നു. അത് ഇപ്പോൾ രാജ്യത്ത് പല സ്ഥലങ്ങളിലും അങ്ങനെ അക്രമങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് കൂടുതലും പ്രത്യക്ഷപ്പെടാറുള്ളത്. അതിൻ്റെ കാരണം എല്ലാവരും സജീവമായി അവരവരുടെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് മൂലമുള്ള വൈരുദ്ധ്യങ്ങൾ ഏറ്റുമുട്ടുന്നു എന്നതുകൊണ്ടാണ്. പക്ഷേ കേരളത്തിൽ പണ്ടൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ അക്രമത്തിൻ്റെ രീതി വെച്ച് നോക്കിയാൽ ഇപ്പോൾ തുലവും കുറവാണ്. അതിന് പകരം തെരഞ്ഞെടുപ്പ് കഴിയട്ടെ കാണിച്ചു തരാം എന്നുള്ള ഭീഷണിയാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഇപ്പം നീ എന്തുവേണമെങ്കിൽ പറഞ്ഞോ, നീ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ ജീവിക്കണ്ടേ, അത്തരം ഭീഷണികൾ ആ പ്രശ്നം ഉണ്ടാകാനിടയുള്ള സ്ഥലത്ത് വെച്ചല്ല കൊടുക്കുക. അങ്ങനെ പ്രശ്നം ചോദ്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ കാലേ കൂട്ടി ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിരിക്കും. നീ കൂടുതൽ കളിക്കണ്ട, ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയും എല്ലാവരും പോവും, നിൻ്റെ പാർട്ടിക്കാരൊക്കെ നിൻ്റെ സംരക്ഷകരായിട്ട് ഇപ്പോഴേ ഉണ്ടാവുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ നാട്ടിൽ ഞങ്ങളൊക്കെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരൊന്നും കാണില്ല. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് ദിവസം നിന്നുകൊള്ളണം എന്ന ഒരു സന്ദേശം നേരിട്ടോ അല്ലാതെയോ മറ്റു പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക് കൊടുക്കുന്നുണ്ട് CPM. അപ്പോൾ ഇത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നു എന്നർത്ഥം അല്ലേ? അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നർത്ഥം അല്ലേ? തീർച്ചയായും സ്വതന്ത്രമായ ഒരു വോട്ടെടുപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. ഇവിടെ സാധാരണ ആളുകൾ തോന്നും എൻ്റെ അടുത്ത് ആരും വന്ന് ഭീഷണിപ്പെടുത്തിയില്ലല്ലോ, എനിക്കിഷ്ടമുള്ളവർക്കല്ലേ ഞാൻ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അവരെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വഴിവിട്ട രീതിയിൽ അല്ലെങ്കിൽ അക്രമത്തിൻ്റെ ഭീഷണിയുടെ രീതിയിൽ ആ അക്രമത്തെ ഭയന്ന് മാത്രം വോട്ട് ചെയ്യണം എന്നത് കാലേ കൂട്ടി ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരുമ്പോൾ തന്നെ അവനിലേക്ക് അത് കൊടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് അങ്ങനെയാണെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ഒരു ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ ബോംബ് നിർമ്മാണം നടത്തേണ്ട ആവശ്യം ഈ സമയത്ത് CPM-നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, ഭീഷണി ഫലിക്കണമെങ്കിൽ എന്ത് വേണം? ഇടയ്ക്കൊക്കെ അത് പ്രയോഗിച്ച് കാണിക്കണം. ഇപ്പോൾ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് എന്തിനു വേണ്ടിയാണ്? TP ചന്ദ്രശേഖരൻ എന്ന ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമല്ല. ഇനി ഒരു TP ചന്ദ്രശേഖരൻ ഇവിടെ പാർട്ടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. നമ്മൾ കണ്ടാൽ മനസ്സിലാവും TP ചന്ദ്രശേഖരൻ്റെ കൂടെ TP ചന്ദ്രശേഖരനേക്കാളും ശക്തമായിട്ട് CPM-ൻ്റെ കാര്യങ്ങൾക്ക് എതിരായി, പ്രവണതകൾക്കെതിരായി ശക്തമായി രംഗത്ത് നിന്നിരുന്ന പലരും തിരിച്ച് പാർട്ടിയിൽ പോയി ചേർന്നു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് അവർക്ക് കിട്ടിയ ആ സന്ദേശം വഴിയാണ്. അവർ ചിലപ്പോൾ ഭീഷണിയെ ഭയക്കുന്ന ആളുകളല്ലാത്തവരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്താ കാരണം? ആ ഒരു വ്യക്തി മാത്രം ഭീഷണിയെ ഭയക്കാതിരുന്നാൽ പോരാ. ആ വ്യക്തിക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവർക്കിടയിൽ ഈ വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ, അവർക്കും കൂടി സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ ഈ ധീരനായ പോരാളിയും ഈ ഭീഷണിയെ വഴിപ്പെട്ട് ജീവിക്കേണ്ട സ്ഥിതിയാണ്
ഈ CPM 51 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരനെ കൊന്നതിലൂടെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതിൽ നിന്നുള്ള സന്ദേശം അതാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ വയലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അക്രമത്തിൻ്റെ അല്ലെങ്കിൽ ഭയത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ പൂർണ്ണമായ സ്പിരിറ്റിനെതിരാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ അല്ലേ, നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പിൻ്റെ ഒരാൾക്ക് സ്വതന്ത്രമായി സമ്മതിദാന അവകാശം ചെയ്യാനുള്ള ഒരു പ്രക്രിയയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ഭീഷണിയുടെ അന്തരീക്ഷം എന്നല്ലേ സത്യം? ഭീഷണി പല വിധത്തിലുണ്ട്. ഈ ആക്രമിക്കും എന്ന ഭീഷണി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും, ജീവിതം വഴിമുട്ടിക്കും, ജീവിക്കാൻ വഴിയില്ലാതെ നാട് വിട്ടു പോകേണ്ടി വരും. അത്തരത്തിലുള്ള ഭീഷണിയാണ് അക്രമത്തേക്കാൾ വലിയ ഭീഷണി. കാരണം അക്രമം ഒരു ദിവസം വന്ന് വെട്ടുകയോ കൊല്ലുകയോ ചെയ്താൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞു. അതിന് ശേഷം എന്ത്, അല്ലെങ്കിൽ അത്തരം അക്രമം ഉണ്ടാകാതിരിക്കാൻ, ഞാൻ അക്രമത്തിന് വിധേയമാകാതിരിക്കാൻ എന്തു വേണം എന്നുള്ളതാണ്. ഇപ്പോൾ അക്രമത്തെ ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ എന്തു വേണം? പ്രതിരോധ സംവിധാനങ്ങൾ വേണം. ആ പ്രതിരോധ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? വടിവാളും കൊണ്ട് വെട്ടാൻ വരുന്നവനെ എങ്ങനെ പ്രതിരോധിക്കും? കയ്യിൽ ബോംബ് കരുതിയെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ തോക്ക് കരുതിയെങ്കിലേ പറ്റൂ. അപ്പോൾ അത്തരത്തിൽ സമാധാനമായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവനെ കൂടി ആയുധമെടുപ്പിക്കുന്ന വലിയൊരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് അവരുടെ അക്രമം വഴി ഇവിടെ നടക്കുന്നത്. സാധാരണക്കാരനെ കൊണ്ട് ആയുധമെടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സമൂഹത്തെ അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. പല CPMകാരല്ലാത്ത പ്രവർത്തകരും ആയുധങ്ങൾ കൊണ്ട് നടക്കുന്നതായിട്ട് എനിക്കറിയാം. പലരും കൊണ്ട് നടക്കും. അപ്പോൾ ആ ആയുധങ്ങൾ കൊണ്ട് നടക്കുന്നത് പോലും നിയമവിരുദ്ധമാണല്ലോ. ആ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യാൻ അവരെ നിർബന്ധിതരാക്കുക എന്നതും കൂടിയാണ് ഈ CPM എന്ന സംവിധാനം. CPM ഗുണ്ടകൾ എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഗുണ്ടകളല്ലാത്ത ഒരു ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന, സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് ഈ ഗുണ്ടകളെന്ന് പറയുന്നത്. അത് അങ്ങനെയല്ലാതെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഒരു ആശയത്തിന് വേണ്ടി അക്രമം നടത്തുന്നവൻ ഗുണ്ടയല്ല. അവൻ ആശയത്തിന് വേണ്ടി പോരാടാൻ നടക്കുന്ന പോരാളിയാണ് എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെടുക. അപ്പോൾ ആ പോരാളികളെ സൃഷ്ടിക്കുക. CPMൻ്റെ പ്രഖ്യാപിത നയമാണ് എല്ലാവരും പോരാളികളാവുക, എല്ലാവരും ശബ്ദിക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദം ഭീഷണിയായിട്ട് വരില്ലേ? ആയുധം കൊണ്ട് മാത്രമല്ലല്ലോ ഭീഷണി. ഒരാളെ ശബ്ദിക്കുക, ഒരാൾ കാര്യങ്ങൾ പറയുന്ന ആളെ കുറേ പേര് കൂടിയിട്ട് ശബ്ദം കൊണ്ട് ആക്ഷേപിക്കുക. അപ്പോൾ ശബ്ദവും ഒരു വയലൻസാണ്. ആ വയലൻസ് അക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ശബ്ദവും അക്രമത്തിൻ്റെ ഭാഗമാണ്, അക്രമ ശബ്ദമാണത്. ഇപ്പം ക്യാമ്പസുകളിലൊക്കെ തന്നെ ഇപ്പം നമ്മൾ താമരശ്ശേരി നെടുമങ്ങാടുകാരനായൊരു വിദ്യാർത്ഥി വയനാട്ടിലെ കോളേജിൽ, വെറ്റിനറി കോളേജിൽ അടിയേറ്റ് മരിച്ച വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു വയലൻസ് പക്ഷേ എനിക്ക് തോന്നുന്നു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ കുറഞ്ഞു വരികയല്ലേ ചെയ്തത്. പക്ഷേ ഇപ്പം വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തൊരു ബോംബ് സ്ഫോടനം ഉണ്ടായതാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് മാറിയത്. ഇത് കേരളത്തിൽ ഇത്തവണത്തെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും ഒരു നിഷ്പക്ഷവും നീതിപൂർവവും സമാധാനപരവുമായൊരു തെരഞ്ഞെടുപ്പായിരിക്കും എന്ന് ഹിലാലിന് പറയാൻ പറ്റുമോ? അല്ല വയലൻസിൻ്റെയൊക്കെ ഒരു അല്ലെങ്കിൽ ഭീഷണിയുടെ ഒരു അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ കേരളത്തിൽ? ആ ഭീഷണിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഇപ്പോൾ താമരശ്ശേരിയിലെ ആ പ്രശ്നം എന്താണ്? ഒരു കുട്ടി കോളേജിൽ പഠിക്കാൻ വന്നു. ആ പഠിക്കാൻ വന്ന ആൾ തങ്ങൾക്ക് വിധേയനായി അവിടെ പഠിച്ചിട്ട് പൊയ്ക്കൊള്ളണം. ഒന്നെങ്കിൽ അവരുടെ കൂടെ ചേർന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒന്നും ചോദ്യം ചെയ്യാതെ അവരുടെ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാക്കാതെ അവിടെ മര്യാദക്കാരനായിട്ട് ജീവിച്ചു കൊള്ളണം. അതാണ്. അതിനപ്പുറത്തേക്ക് ആ താമരശ്ശേരിയിലെ കുട്ടി ഒരു ധർമ്മബോധമുള്ളവനാണ്. ഇയാളുടെ മുന്നിലേക്ക് പല കാര്യങ്ങളും ചെയ്താൽ അയാൾ വഴിപ്പെടുകയില്ല, അല്ലെങ്കിൽ കണ്ണും പൂട്ടി നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവനെ
ക്രൂരമായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച് ഭയപ്പെടുത്തി അവനെ എല്ലാ കാലത്തും ഭയമുള്ളവനാക്കി അവിടെ നിലനിർത്തുക. അതാണ് ആ അക്രമത്തിൻ്റെ പ്രേരക ഘടകം. ആ പ്രേരണയാണ് അവിടുത്തെ SFI പ്രവർത്തകർ ചെയ്തു വച്ചത്. ആ SFI പ്രവർത്തകർ വിശാലമായ അർത്ഥത്തിൽ അത്തരം ഗൂഢമായ പൂർണ്ണമായ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല അവിടെ പ്രവർത്തിച്ചത്. മറിച്ച് ആ വിശാലമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഗൂഢമായ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കാതെ തന്നെ സാധാരണ പ്രവർത്തകരെ അത്തരം ഒരു സിറ്റുവേഷനിൽ എത്തിച്ച് അവരെ കൊണ്ട് അത് നിർവഹിക്കുക എന്ന അതിസൂക്ഷ്മമായ ശാസ്ത്രീയമായ ഒരു ഗൂഢാലോചന സംവിധാനം ആ പ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു ഘട്ടത്തിലേക്ക് അവരെ അങ്ങനെ പടിപടിയായിട്ട് ഈ വയലൻസിലേക്ക് എത്തിക്കുക എന്നതാണ് ആ സംവിധാനം. ആ സംവിധാനം അവിടെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അവർ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ആ മരണത്തിന് വരെ കാരണമായത്. കാരണം ഈ ആളെ എത്രയൊക്കെ ഭേദ്യം ചെയ്താലും വഴിപ്പെടുന്നില്ല എന്ന് കണ്ടിട്ട് കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാര്യത്തിലും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അത് സഹിക്കാൻ കഴിയാതെയാണ് ആ കുട്ടി മരിച്ചത്. അത് സ്വയം മരിച്ചതാണോ കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള തർക്കം ആണിപ്പോൾ നടക്കുന്നത്. സ്വയം ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അയാളതിന് തയ്യാറായത് എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? ആത്മഹത്യാ പ്രേരണം ക്രിമിനൽ കുറ്റമല്ലേ? ആ ക്രിമിനൽ കുറ്റത്തിന് അവിടെ കുറേ പേര് ശ്രമിച്ചത് കൊണ്ടല്ലേ അദ്ദേഹം ഒന്നുകിൽ ആത്മഹത്യ ചെയ്തതാണെന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയുന്ന അവസ്ഥയല്ല ഇപ്പോൾ. അത് അബദ്ധത്തിൽ കൊന്നിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഭേദ്യത്തിനിടയിൽ ചത്തുപോയിട്ട് പിന്നീട് ആത്മഹത്യയാക്കാൻ ശ്രമിച്ചതുമാകാം. നിമിഷ നേരം കൊണ്ട് CPMൻ്റെ ഉന്നത നേതാക്കൾ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അധികാരികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിൻ്റെ കാരണം അതിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടല്ലേ? അവരുടെ പ്രവൃത്തി മൂലമാണ് ആ മരണമുണ്ടായതെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ. അപ്പോൾ അത്തരം ഒരു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സഹായ സംവിധാനങ്ങൾ അക്രമികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ട്. ആ സ്ഥിതിയാണ് CPM പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഭീഷണിയുടെ മുനയിൽ നിർത്തിക്കൊണ്ട് നിഷ്പക്ഷമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ജനങ്ങളെ മാറ്റിക്കളയുന്ന പ്രവൃത്തി. പല CPMന് വോട്ട് ചെയ്യുന്നത് പോലെ വോട്ട് ചെയ്യുന്ന ആരും കാണുന്നില്ല. പക്ഷേ ഞാനങ്ങനെ മാറ്റി വോട്ട് ചെയ്താൽ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും അത് വെളിപ്പെടും, ഞാൻ തന്നെ ചിലപ്പോൾ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞ് അവരറിയും എന്നൊക്കെ ഭയപ്പെട്ടിട്ട് എന്തിനാണ് അത്രയും റിസ്ക് എടുക്കുന്നത്, അവർക്ക് തന്നെ അങ്ങ് ചെയ്തേക്കാം വോട്ട് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നവരുണ്ട്. ഇനി അതല്ല, വോട്ട് ചെയ്താൽ മാറ്റി വോട്ട് ചെയ്താൽ അത് കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സംവിധാനമുണ്ട്. അവിടെ നിങ്ങൾ എഴുതി കൊടുക്കുന്ന സ്ലിപ്പിൽ എത്രാമത്തെ തവണ ആണ് നിങ്ങൾ വോട്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആ വോട്ടിംഗ് മെഷീനിലാണെങ്കിലും അല്ലാത്ത രീതിയിലാണ്, പണ്ട് ബാലറ്റ് പേപ്പറിലാണെങ്കിലും ഒക്കെ അത് കണ്ടുപിടിക്കാൻ സംവിധാനമുണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് തർക്കം വന്ന് വോട്ട് പരിശോധിക്കുന്ന സ്ഥിതി വന്നാൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട് എന്ന് ഈ ഭീഷണിക്ക് വിധേയനാകുന്നവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നീ വോട്ട് ചെയ്യരുത്. അപ്പോൾ അത് മനസ്സിലായ ഒരാൾ മാറ്റി വോട്ട് ചെയ്യില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സ്വതന്ത്രമായ സംവിധാനം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവസാനിച്ചു. പിന്നെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പിന്നെ പാർട്ടി പ്രവർത്തകരായിട്ട് മാറുക, NGO യൂണിയൻ്റെയും സർവീസ് സംഘടനകളുടെയൊക്കെ പ്രവർത്തകരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിഷ്പക്ഷതയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിഷ്പക്ഷത ഉള്ളവർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടാൽ എന്താ സംഭവിക്കുക? അവരോട് പറയും ഞങ്ങൾ പറയുന്നത് ചെയ്തോണം, ആ രീതിയിൽ അത് നീ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു കൊള്ളണം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് അതേപടി അങ്ങ് ചെയ്തോണം, ചോദിക്കാനും പറയാനും ഒന്നും വരരുത് എന്നുള്ള ഭീഷണി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അത്തരം ഒരു ഭീഷണി പ്രവർത്തകരല്ലാത്ത ഉദ്യോഗസ്ഥർക്കും കൊടുക്കുന്നുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഒന്ന് എലക്ഷൻ ക്രമക്കേടുകൾ നടത്തുക, രണ്ടാമത്തത് ഇലക്ഷന് വോട്ട് ചെയ്യുന്ന ആളുകളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള വയലൻസ് അല്ലെങ്കിൽ വയലൻസിൻ്റെ ഒരു പ്രേരണ അല്ലെങ്കിൽ അക്രമത്തിൻ്റെതായ ഒരു അന്തരീക്ഷം, ഭയത്തിൻ്റെ അന്തരീക്ഷം. ഈ ഭയത്തിൻ്റെ അന്തരീക്ഷം ഇല്ലെങ്കിൽ മാത്രമേ ഒരാൾക്ക് നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ട് തൻ്റെ സമ്മതിദാനാവകാശം നിർവഹിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ സത്ത. അതിന് ഇവിടുത്തെ അക്രമങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും പോലീസും ഭരണാധികാരികളും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ തന്നെ മുൻകൈയെടുത്താലേ നടക്കൂ എന്നുള്ളതാണ് സത്യം.